നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് സെൻറ്ററിങ് ചെയ്ത് ഡിസ്കഷൻ ആരംഭിക്കാം. കണ്ണുകളടച്ച് ശാന്തമായിരിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന ദിവ്യപ്രകാശത്തിൻ്റെ സ്രോതസ്സ് മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിലിരിക്കും. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. നമ്മൾ ഛാന്തോഗ്യ ഉപനിഷത്തിലെ 2ാമത്തെ ചാപ്റ്ററിലെ 9ാം ഖണ്ഡമാണ് ഇന്ന് വായിക്കുന്നത്. 1ാമത്തെ ശ്ലോകം: അഥ ഖൽവം വാദിത്യം സാജവിധം സാമോപാസീത സർവദാ സമസ്തേന സാമ മാം പ്രതീതി സർവേണ സമസ്തേന സാമ. ഇപ്പോൾ സൂര്യനെ 7 തരത്തിലുള്ള സാമൻ എന്ന രീതിയിൽ ഉപാസിക്കണം. അത് എപ്പോഴും ഒന്നു തന്നെയാണ്, അതായത് സാമൻ. അതുകൊണ്ട് അത് ഒരു സാമനാണ്. എല്ലാവർക്കും അത് ഒരുപോലെയാണ്. കാരണം എല്ലാവരും ചിന്തിക്കുന്നു അത് എന്നെയാണ് നോക്കുന്നത് എന്ന്. അതുകൊണ്ട് അത് ഒരു സാമനാണ്. 2ാമത്തെ ശ്ലോകം: തസ്മിൻ നിമ്മാനി സർവാണി ഭൂതാന്യന്വായത്താദീതി വിദ്യസ്തസ്യ യത് പുരോദയാത്സ ഹിങ്കാരസ്തദസ്യ പശവോന്വായത്താസ്ത അസ്മാസ്തേ ഹിങ്കുർവന്തി ഹിങ്കാരമാനീനോ ഹേതസ്യ സാമ്നഃ. എല്ലാ ജീവികളും ഇവിടെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഒരുവൻ അറിയണം. സൂര്യോദയത്തിനു മുമ്പ് അത് ഒരു ഹിങ്കാരമാണ്, തുടക്കത്തിലെ ശബ്ദം. മൃഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവർ തുടക്കത്തിലെ ശബ്ദമാണ്. അവർ ശരിക്കും ആ സാമൻ്റെ ഹിങ്കാരമാണ്. 3. അഥ യത് പ്രഥമോദിതേ സ പ്രസ്താവസ്തദസ്യ മനുഷ്യ അന്വായത്തസ്മാസ്തേ പ്രസ്തുതികാമാഃ പ്രശംസാകാമാഃ പ്രസ്താവഭാജിനോ ഹേതസ്യ സാമ്നഃ. സൂര്യോദയത്തിന് തൊട്ടുപുറകെ അത് പ്രസ്താവമാണ്, ആമുഖമാണ്, പ്രശംസ. മനുഷ്യൻ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവർ പ്രശംസ, പ്രസ്തുതി ആഗ്രഹിക്കുന്നു, പുകഴ്ത്തൽ ആഗ്രഹിക്കുന്നു. ശരിക്കും അവർ ആ സാമൻ്റെ പ്രസ്താവം സ്വീകരിക്കുന്നവരാണ്. 4ാമത്തേത്: അഥ യത് സംഗവവേലായം സ ആദിസ്തദസ്യ വയാംസ്യന്വായത്താമി തസ്മാത്താന്യ അന്തരീക്ഷേന ആരംഭമാണ അന്യാദായാത്മാനം പരിപന്ത്യാദിത്യ ആദിഭാജീനി ഹേതസ്യ സാമ്നഃ. പശുക്കളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയം ആകുമ്പോൾ അത് ആദി, തുടക്കമാണ്. പക്ഷികൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അവർ അന്തരീക്ഷത്തിൽ അവലംബമില്ലാതെ, അതായത് അനാരംഭം, സ്വയം താങ്ങി നിർത്തുന്നു, എന്നിട്ട് പറന്നു നടക്കുന്നു. അവർ ആ സാമൻ്റെ, ആദിയുടെ സ്വീകർത്താക്കളാണ്. 5ാമത്തേത്: അഥ യത് സംപ്രതി മധ്യന്തിനേ സ ഉദ്ഗീതസ്തദസ്യ ദേവ അന്വായത് തസ്മാത്തേ സത്തമാഹ പ്രാജാപത്യാനാം ഉദ്ഗീതഭാജിനോ ഹേതസ്യ സാമ്നാഹ. ഉച്ചയാകുമ്പോൾ അത് ഒരു ഉദ്ഗീതമാണ്,
ഉറക്കെയുള്ള ആലാപനം. ദേവന്മാർ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ പ്രജാപതിയുടെ ഏറ്റവും നല്ല കുട്ടികൾ എന്നാണ് അറിയപ്പെടുന്നത്. അവർ ആ സാമൻ്റെ സ്വീകർത്താക്കളാണ്. ആറാമത്തത് അഥ യദൂർധ്വം മധ്യം ദിനാത് പ്രാഗ പരാന്നസ പ്രതിഹാരസ്തദസ്യേ ഗർഭ അന്വായത്താസ്തസ്മാദേ പ്രതിഹൃത നാവപദ്യന്തെ പ്രതിഹാരഭാജിനോ ഹേതസ്യ സാമ്നഃ. ഉച്ച കഴിയുമ്പോൾ വൈകുന്നേരത്തിന് മുമ്പ് അത് പ്രതിഹാരമാണ്, പ്രതികരണം. ഗർഭസ്ഥ ശിശുക്കൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവ എടുക്കപ്പെടുന്നു, വീഴുന്നില്ല. അവ ആ സാമൻ്റെ പ്രതിഹാരത്തിൻ്റെ സ്വീകർത്താക്കളാണ്. 7 അത യദൂർധ്വം പരാന്നത് പ്രാഗസ്തമയാത്സം ഉപദ്രവസ്തദസ്യാരണ്യ അന്വായത്താസ്തസ്മാസ്തേ പുരുഷം ദൃഷ്ട്വാ കക്ഷം ശഭ്രമമിത്യ അഭദ്രവന്ത്യു ഭദ്രവഭാജിനോ ഹേതസ്യ സാമ്നഃ. വൈകുന്നേരത്തോടെ സൂര്യാസ്തമയത്തിന് മുമ്പ്, അതാണ് ഉപദ്രവം, അന്ത്യത്തിലേക്കുള്ള സമീപനം. വന്യമൃഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അവർ മനുഷ്യനെ കാണുമ്പോൾ അവ ഒരു ഒളിവു സ്ഥലം അവരുടെ ഗുഹയായി സമീപിക്കുന്നു. അതുകൊണ്ട് അവർ ആ സാമൻ്റെ സ്വീകർത്താക്കളാണ്. 8 അഥ യത് പ്രഥമാസ്തമിതേ തന്നിധനം തദസ്യ പിതൃവന്വായത്താസ്തസ്മാഭാന്നി ദദതി നിധനഭാജിനോ ഹേതസ്യ സാമ്ന ഏവം ഖൽവമുമാദിത്യം സപ്തവിധം സാമോപാസ്തേ. സൂര്യാസ്തമയത്തിന് തൊട്ട് പുറകെ അത് നിധനമാണ്, ഉപസംഹാരം. പിതൃക്കൾ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ പിതൃക്കളെ മാറ്റി നിർത്തുന്നു. നീ പ്ലസ് ധ, അതാണ് മാറ്റി നിർത്തുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇവിടെ പ്രയോഗിച്ചിരുന്നത്. അവർ ആ സാമൻ്റെ നിധനം ആണ്. അപ്പോൾ ഇവിടെ ഛാന്തോക്യ ഉപനിഷത്ത് നമ്മുടെ ഒരു ദിവസത്തിലെ പ്രോഗ്രഷൻ, ആ പ്രോഗ്രഷൻ്റെ സമയത്ത് നമ്മളെങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ ഉണ്മയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടത് എന്നെ പറ്റിയിട്ടൊരു സൂചന തരികയാണ്. നമ്മൾ ഉണരുമ്പോൾ നമ്മുടെ ദിവസം തുടങ്ങുന്നത് സൂര്യൻ്റെ ഉദയത്തോടു കൂടിയിട്ടാണ്. അപ്പോൾ ശരിക്കും സൂര്യൻ ഉദിക്കുമ്പോൾ അല്ല നമ്മൾ ഉണരുന്നത്, അതിനു മുമ്പേ തന്നെ സൂര്യൻ്റെ ആക്ടിനിക് രശ്മികൾ പതിക്കുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും ഉണരുന്നു എന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും 3 മണി 4 മണിയൊക്കെ ഉണർന്നു കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഉറങ്ങുകയാണ്, നമ്മൾ പിന്നെ ഉറക്കം എക്സ്റ്റെൻഡ് ചെയ്യണം, സൂര്യൻ്റെ രശ്മി പതിക്കുന്നവർ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് സൂര്യോദയത്തിന് മുമ്പ് തന്നെ പല ജീവജാലങ്ങളും ഉണരാൻ തുടങ്ങുന്നു, ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. നമ്മൾ ഉണർന്ന് സൂര്യൻ്റെ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ആക്ടിവേറ്റഡ് ആവുകയാണ്. അപ്പോൾ ആക്ടിവേറ്റഡ് ആകുമ്പോൾ നമ്മൾ പല ആക്ടിവിറ്റീസ്, നമ്മുടെ ഈഗോ പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അതുവരെ ഈഗോ പ്രവർത്തിച്ചില്ല. നമ്മൾ ഉണരുന്നു, നമ്മുടെ നിത്യകർമ്മങ്ങൾ ചെയ്യുന്നു, പല്ല് തേക്കുന്നു, കുളിക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. പക്ഷേ ലോകത്തിലുള്ള ഇഷ്യൂസായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടില്ല. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ ആദ്യം തന്നെ മൊബൈലൊക്കെ തുറന്ന് നോക്കണം, അത് പാടില്ല എന്നുള്ളതും ഇതിന് അർത്ഥമാക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം ടൈം ചിലവാക്കണം. നമ്മൾ ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മളൊരു പോസ് വേണം. അപ്പോൾ ഇങ്ങനെ സൂര്യൻ്റെ രശ്മിയായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് വർക്ക് ചെയ്തിട്ട് വർക്കിൻ്റെ മാക്സിമം നമ്മൾ ഏറ്റവും അധികം എനർജി ഉപയോഗിക്കുന്ന ടൈം സൂര്യൻ ആ ഉച്ചസ്ഥായിലെത്തുമ്പോൾ, ഉച്ചയ്ക്ക് ആ സമയത്താണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ വിഡ്രോവൽ തുടങ്ങും. ദിവസത്തിൻ്റെ വിഡ്രോവലാണ്. പതുക്കെ നമുക്ക് ടയേർഡാവുന്നു. നമ്മൾ അന്നത്തെ ദിവസത്തെ പ്രവർത്തിക്കാരുടെ മനസ്സ് ടയേർഡാവുന്നു. നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഫേസ് ചെയ്ത് അവസാനം വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുകയാണ്. അവസാനം വീട്ടിലെത്തുമ്പോൾ സമാധാനമായി, എന്നിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ദിവസത്തെ പ്രോഗ്രഷൻ. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടിയും വ്യാഖ്യാനിക്കാം. ഈ പ്രപഞ്ചം ഉദ്ഭവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തുടങ്ങുമ്പോൾ നമ്മൾ ഉണരുന്ന സമയത്ത് ആദ്യം ഉണരുന്നത് ഞാനാണ്. നമ്മളത് മുമ്പേ ഡിസ്കസ് ചെയ്തു. അബ്സല്യൂട്ടായിട്ട് തം എന്നുള്ള തലത്തുനിന്ന് ക്ഷോഭം ഉണരുന്നു, അവിടെ സെൻറ്റർ രൂപീകരിക്കപ്പെടുന്നു, സൂപ്പർ ഈഗോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കേന്ദ്രീകൃതമായിട്ടുള്ള അവസ്ഥയാണ്. അത് ചുറ്റുമുള്ള ക്ഷേത്രത്തിലേക്ക്, ഈ നത്തിങ്നെസ്സിലെ ബാക്കി ഭാഗം ക്ഷേത്രമായിട്ട് മാറുകയാണ്, പ്രവർത്തിക്കാൻ തുടങ്ങും. അങ്ങനെ തിരിയുമ്പോഴേക്കും
ക്രമേണ അവിടെ ചലനങ്ങൾ സംഭവിക്കുന്നു, വൈബ്രേഷൻ സംഭവിക്കുന്നു. അപ്പോഴാണ് ഈ ഈഗോ ആയിട്ട് മാറുന്നത്, സ്യൂഡോ സെൽഫായിട്ട് മാറുന്നത്. അപ്പോൾ ശരിയായിട്ടുള്ള സെൽഫ്, ഈശ്വരൻ, സെൻറ്റർ, അത് മാറിയിട്ട് അഹംബോധം പ്രവർത്തികൾ തുടങ്ങുകയാണ്. അത് ബ്രഹ്മരന്ധ്രം കടന്നതിന് ശേഷമാണോ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ, ഇങ്ങനെ ഓരോ ഈവൻറ്റ്സ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ എനർജി ഫ്ലോ തുടങ്ങുന്നത് ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ്. അപ്പോൾ നമ്മളങ്ങനെ ആക്ടിവേറ്റഡ് ആണ്. ഈഗോ ക്രമേണ ആക്ടിവേറ്റഡ് ആയിട്ട് നമ്മുടെ ഉള്ളിലുള്ള കാരണ ശരീരത്തിലുള്ള സീഡ് ഫോംസ് അത് ജെർമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള ശക്തി നമുക്ക് ഉള്ളിൽ നിന്നാണ്. പാർട്ടിക്കിൾസ് ആക്ടിവേറ്റഡ് ആവുന്നു, ചിന്തകൾ വാക്കുകളാവുന്നു, വാക്കുകൾക്ക് രൂപങ്ങൾ വരുന്നു, അത് വെച്ചിട്ട് നമ്മൾ പ്രവർത്തികൾ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ എനർജി മുഴുവൻ പല സ്ഥലത്തും ലോക്കലൈസ്ഡ് ആവുന്നു. പ്യുവറായിട്ട് തുടങ്ങിയിട്ടുള്ള ആ ഫ്ലോ, ഒരു ചാനൽ ഓഫ് ഫ്ലോ, ആ ചാനൽ ഡൈവേഴ്സിഫൈ ചെയ്ത് പല രീതിയിലും പോകണം. അതുകൊണ്ടാണ് നമ്മൾ ടയേർഡാവും, നമുക്ക് ഒന്നിനും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ ലൈഫിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇവൻറ്റ്സ് വരുമ്പോൾ ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ചിന്തകൾ തങ്ങി ഒന്നും പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ മാക്സിമം ഉച്ചസ്ഥായിലെത്തുന്നത് ഉച്ചയാകുമ്പോഴാണ്, നമ്മുടെ പ്രവൃത്തിയുടെ മാക്സിമം. അതിനുശേഷം വിഡ്രോവലിൻ്റെ സമയം വരികയാണ്. നമ്മുടെ ഈ പ്രവൃത്തികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ആ അനുഭവങ്ങൾ ക്രമേണ വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ കുറഞ്ഞ് വിഡ്രോ ചെയ്യാൻ തുടങ്ങുകയാണ്. നമ്മൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ അറിയാം, വൈകുന്നേരം ആകുമ്പോൾ ഓഫീസുകൾ വിടുന്നു, സ്കൂൾ വിടുന്നു, അങ്ങനെ നമ്മൾ ആക്ടിവിറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യണം. പക്ഷേ ആക്ടിവിറ്റിയിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോഴും സൂക്ഷ്മ ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മുദ്രണങ്ങൾ അത് നമ്മൾ വിഡ്രോ ചെയ്യുന്നില്ല. അത് അവിടെ ഘനീഭവിച്ചിട്ട് പിന്നീട് സംസ്കാരങ്ങളായിട്ട് മാറും. കാരണം നമ്മൾ അവിടെയൊക്കെ ഇടപെട്ടപ്പോൾ ആഗ്രഹങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റീസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരമായിട്ട് ഉറങ്ങുമ്പോഴേക്കും നമ്മൾ രാവിലെ തുടങ്ങിയിട്ടുള്ള ആ പ്യൂരിറ്റിയും കൂടി വൈകുന്നേരം ആകുമ്പോൾ നഷ്ടപ്പെട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു കുട്ടീനെ പറ്റി ആലോചിച്ചു, ഒരു ശിശു വളർന്നു വരുന്ന കാലം ആലോചിച്ചു. കുട്ടിക്കാലത്ത് ഇന്നസെൻ്റാണ്. ആ ഇന്നസെൻസിൻ്റെ സമയം നമുക്ക് ഉദയമായിട്ട് കണക്കാക്കാം. അവിടെ നാച്ചുറലായിട്ട് സ്നേഹത്തിൻ്റെ ഫ്ലോ ഉണ്ട്, ഈഗോ ഡെവലപ്ഡ് ആയിട്ടില്ല. ക്രമേണ 4-5 വയസ്സാകുമ്പോൾ അഹംബോധം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അഹംബോധം ഡെവലപ്പ് ചെയ്യുമ്പോൾ കുട്ടിയുടെ ഓരോ കഴിവുകൾ, ക്രിയേറ്റീവ് ടാലൻസ് ഓരോന്ന് പ്രകടമാവുകയാണ്. അത് മുഴുവൻ അതേപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് ആഗ്രഹങ്ങൾ ഇടപെടുന്നു, പിന്നെ സോഷ്യലായിട്ടുള്ള കസ്റ്റംസ്, കൾച്ചർ, ഫാമിലി പ്രഷറൊക്കെ ഇടപെടുന്നു. അപ്പോൾ അതിൽ ചിലതൊക്കെ ഇല്ലാണ്ടാവുന്നു. വളരെ ഫാസ്റ്റായിട്ട് പ്രൂണിങ് സംഭവിക്കുന്നു എന്ന് ന്യൂറോ സയൻസ് പറയുന്നു. പ്രൂണിങ് ആൻഡ് റീഡയറക്ഷൻസ്, പലതരത്തിലുള്ള റീവയറിങ് തലച്ചോറ് സംഭവിക്കുകയാണ്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ആ പ്യുവർ പേഴ്സണാലിറ്റി പിന്നെ ഒരിക്കലും ലൈഫിൽ ഉണ്ടാവുന്നില്ല. തലച്ചോറിൽ വേണ്ടത് മാത്രം, നമ്മുടെ ഈ ലൈഫിൽ എന്താണോ ഉപയോഗിക്കുന്നത് അത് മാത്രമേ അവിടെ പിന്നെ ബാക്കി നിൽക്കുന്നുള്ളൂ. അത് ഒരു ബോൺസായി മരം പോലെ പൂർണ്ണതയിലെത്താതെ പലപ്പോഴും കരിഞ്ഞും പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈഗോ അഹങ്കാരത്തിൽ കുടുങ്ങിയിട്ട് പ്യുവറായിട്ടുള്ള ഫ്ലോ നഷ്ടപ്പെട്ടിട്ട് ഓരോ ക്രിയേഷൻ്റെ ഓരോ ഭാഗത്ത് കുടുങ്ങിപ്പോവാണ്. അപ്പോൾ ഇൻഫൻസിയിലുള്ള പ്യൂരിറ്റി പിന്നെ ഇല്ല, സെൽഫിഷ്നെസ് വരികയാണ്. പിന്നെ വിഡ്രോ ചെയ്യുമ്പോൾ പ്രായമാകുമ്പോൾ ഇതൊന്നും പോകുന്നില്ല, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഡ്യൂട്ടീസെ കുറിച്ചിട്ട് വ്യാകുലത, ശരീരം പോകുന്നില്ല, മനസ്സിന് ഓട്ടം നിന്നിട്ടുമില്ല, ആശ നിൽക്കുന്നില്ല, ആഗ്രഹങ്ങൾ നിൽക്കുന്നില്ല. അവസാനം ജീവിതത്തിൻ്റെ സായാഹ്നത്തിലെത്തുമ്പോൾ ഇതൊന്നും തീരാതെ ഒരു വിഷമത്തോട് കൂടിയിട്ട് പോകുമ്പോൾ എന്താണോ ആദ്യം കൊണ്ടുവന്നിട്ടുള്ള ടൈം ടേബിൾ, ഈ ജീവിതത്തിൽ ഞാൻ ഇന്ന അനുഭവങ്ങൾ അനുഭവിച്ചു തീർക്കാം എന്ന് തീരുമാനിച്ചത് കംപ്ലീറ്റ് ചെയ്തില്ല എന്ന് മാത്രമല്ല, അതിനേക്കാളും കൂടുതൽ നമ്മൾ സംസ്കാരങ്ങൾ കാരണശരീരത്തിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അത് ഒരു ജീവിത ചക്രത എടുക്കുകയാണെങ്കിൽ നമ്മുടെ സിംഗിൾ ദിവസത്തെ ലൈഫ് സൈക്കിളും ഇതിനോട് പാരലൽ തന്നെയാണ്. വൈകുന്നേരം കിടന്നുറങ്ങുമ്പോഴേക്കും എന്താണോ നമ്മൾ തുടങ്ങിയത്, എത്ര പ്യൂരിറ്റിയിലാണ് നമ്മൾ തുടങ്ങി, അത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവസാനം നമ്മൾ കിടന്നുറങ്ങുമ്പോഴേക്കും നമ്മൾ ആഗ്രഹങ്ങൾ കുടുങ്ങിയിട്ട് ഉറങ്ങുമ്പോഴേക്കും സ്ട്രെസ്സിലായിട്ടാണ് ഉറങ്ങിപ്പോകും. ചിലപ്പോൾ ഉറക്കം ഉണ്ടാവുന്നില്ല. ഉറക്കത്തിൻ്റെ സമയത്ത് മനസ്സ് സുഷുപ്തി അവസ്ഥയിലേക്ക് പോകും. അതായത് മനസ്സ് സൂക്ഷ്മ ശരീരം താണ്ടിയിട്ട് സെറ്റിൽഡ് ആവുകയാണ്, അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെ സെറ്റിൽഡ് ആവണം. ഇപ്പോൾ പലപ്പോഴും അത് ക്ഷീണിച്ചിട്ട് ഉറങ്ങിപ്പോവാണ്, വേണമെന്ന് വെച്ച് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ല. ആ സുഷുപ്തി അവസ്ഥയിൽ ചെല്ലുമ്പോൾ അവെയർനെസ് ഇല്ല, ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, അവിടെ നിന്നുള്ള സമാധാനം ലഭിക്കുന്നത്. ആ സമാധാനം എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഉള്ളിൽ നിന്നുള്ള ആ സെൻറ്ററിൽ നിന്നും വരുന്ന സ്നേഹത്തിൻ്റെ ഫ്ലോ ആണ് സമാധാനം നൽകുന്നത്. പക്ഷെ അത് മനസ്സിലാവുന്നില്ല. സുഷുപ്തി അവസ്ഥ തിരിച്ചു വരുമ്പോൾ രാവിലെ ആകുമ്പോൾ പിന്നെയും തുടങ്ങുകയായി, ഞാൻ ആദ്യം ആക്ടിവേറ്റ് ആവുന്നു, പിന്നെ ഈ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടുള്ള ഈ ഘട്ടങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്നാണ്. ഇതിനാണ് സന്ധ്യ എന്ന് പറയുന്നത്. രാത്രിയിൽ നിന്ന് പകലിലേക്ക് മാറുന്ന ഒരു ജംഗ്ഷൻ, അതാണ് സന്ധ്യ. നമ്മൾ സൃഷ്ടിയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബാക്കിയൊക്കെ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പേ സെൻറ്റർ ചെയ്യുക, ഹൃദയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സോഴ്സിലേക്ക് നമ്മൾ മനസ്സിനെ സെൻറ്റർ ചെയ്യുക.
അവിടെയാണ് ഹാർട്ട്ഫുൾനെസ്സിൽ പ്രാണാഹുതി സഹായിക്കുന്നത്. പ്രാണാഹുതി ഇല്ലാതെ മെഡിറ്റേറ്റ് ചെയ്തത് സാധ്യമല്ല. പ്രാണാഹുതി എന്ന് പറഞ്ഞാൽ ഈ സാമൻ എന്ന് നമ്മുടെ ചാന്തോഗ്യോപനിഷത്ത് പറയുന്ന അതേ കാര്യം തന്നെ. നമ്മൾ നമ്മുടെ പ്യുവറായിട്ടുള്ള എസൻസിലേക്ക് കണക്റ്റഡ് ആവും, മെഡിറ്റേറ്റ് ചെയ്യുക കുറച്ച് നേരം. എന്നിട്ട് ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഉണരുമ്പോൾ സാമനിൽ അധിഷ്ഠിതമായിട്ടാണ് ഉണരുന്നത്. ആ ഫ്ലോന്ന് പിന്നെ വ്യതിചലിക്കുന്നില്ല, ഫ്ലോയിൽ നമ്മൾ വളരുകയാണ്. അപ്പോൾ എന്തൊക്കെ പേഴ്സണാലിറ്റീസ് വളരുന്നുണ്ടെങ്കിലും എപ്പോഴും ഫ്ലോയിൽ കണക്റ്റഡ് ആണ്. ഇനി എപ്പോഴെങ്കിലും നമ്മൾ വ്യതിചലിച്ച് പോവുകയാണെങ്കിലോ നമുക്ക് വീണ്ടും റീകണക്ട് ചെയ്യാം. മാസ്റ്റർ ദാജി പറയുന്നത് കണക്ട് യുവർ സെൽഫ് എഗെയിൻ എന്നാണ്. വീണ്ടും മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ ചെറിയ ഷോർട്ട് മെഡിറ്റേഷൻസ് ചെയ്ത് നമുക്ക് റീകണക്ട് ചെയ്യാം, നമ്മുടെ ഉള്ള കേന്ദ്രത്തിലേക്ക് കണക്ട് ചെയ്യാം. അവിടെ പോസുകൾ, ചെറിയ ചെറിയ പോസുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. മധ്യാഹ്നത്തിൽ അടുത്ത സന്ധ്യ, അപ്പോഴും നമുക്ക് ആ പ്യുവർ ഫ്ലോയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. കുറച്ച് നേരം മെഡിറ്റേറ്റ് ചെയ്യാം. വൈകുന്നേരം ആകുമ്പോഴോ നമ്മൾ വിഡ്രോ ചെയ്യണം, ക്രമേണ വിഡ്രോ ചെയ്യണം. ആ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ സൃഷ്ടിച്ച് പോയിട്ടുള്ള ഈ പേഴ്സണാലിറ്റീസ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഇംപ്രഷൻസ്, മുദ്രണങ്ങൾ, അത് ശുദ്ധീകരിക്കുക, ക്ലീൻ ചെയ്യുക. അതിനെ അൺമൈൻഡ് ചെയ്തിട്ട് പ്യുവറാക്കി കളയുക, പരിശുദ്ധീകരിക്കുക. നമ്മളതിനെ കളയല്ലേ ചെയ്യണം. അതാണ് ഇൻഡിവിജ്വൽ ക്ലീനിങ് വൈകുന്നേരം ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എനർജി ഫ്ലോ നമ്മളുടെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിന് സഹായിക്കുന്നു. അതുകൊണ്ടാണ് വൈകുന്നേരം ക്ലീനിങ് വേണം എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകൾ, ചില കുറ്റബോധങ്ങൾ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നു. അത് മാറണമെന്നുണ്ട് രാത്രി നൈറ്റ് പ്രെയർ, കിടന്നുറങ്ങുമ്പോൾ ആത്മാർത്ഥമായിട്ട് റിപ്പൻറ്റ് ചെയ്യുക. ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് തീരുമാനിക്കുക. പ്രാർത്ഥനാഭാവത്തിലിരിക്കുന്നതോട് കൂടിയിട്ട് നമ്മുടെ എല്ലാ വിധത്തിലുള്ള ക്രിയേഷനിലുള്ള കണക്ഷൻ പോയി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ അടിത്തട്ടിൽ, നമ്മുടെ സെൻറ്ററിൽ മാസ്റ്റർ എന്ന് പറയുന്ന നമ്മുടെ ഇന്നർ കണക്ഷനിലേക്ക് നമ്മൾ സെറ്റിൽ ആവുന്നു. ഉറങ്ങുമ്പോൾ ആ ഉറങ്ങുന്ന അവസ്ഥ മുഴുവൻ കോൺസ്റ്റൻറ്റ് നിരന്തരമായിട്ടുള്ള ആ സ്മരണയിലാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. ആ സാമനിൽ തന്നെ ഒഴുകുന്നു. ആ ശബ്ദ നമ്മളെ നയിക്കുന്നു, മാസ്റ്റർ നമ്മളെ നയിക്കുന്നു. ഉണരുമ്പോൾ വീണ്ടും നമ്മൾ ഉണരുന്നത് ആ സെൻറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇൻഡിവിജ്വൽ പ്രളയത്തിൽ ഓരോ ദിവസവും നമുക്ക് എത്തിച്ചേരാനുള്ള സാധ്യത, നമ്മുടെ ക്രിയേഷൻ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള ക്രിയേഷനിൽ കണക്റ്റ് ആവാനുള്ള സാധ്യത ഹാർട്ട്ഫുൾനെസ് നമുക്ക് നൽകുകയാണ്. ഇതാണ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അത്ഭുതം. അപ്പോൾ ചാന്തോക്യ ഉപനിഷത്ത് നൽകുന്ന ഈ സൂചനകൾ അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഒരു സാധകൻ തൻ്റെ ജീവിതം നയിക്കേണ്ടത് എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ചാന്തോക്യ ഉപനിഷത്ത് പല സ്റ്റെപ്സിൽ, പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. എല്ലാവരും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ സിസ്റ്റത്തിലേക്ക് ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അടുത്ത സെഷൻ വരേക്കും വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.